जा रहा झड़ तू भी क्या याद रखेगा जाहिर ने तेनू छोड़ दिया तू नज़्म नज़्म सा मेरे होठों पे ठहर जा मैं ख्वाब ख्वाब सा तेरी आंखों में जागूं रे जा रहा झड़ तू भी क्या याद रखेगा जाहिर ने तेनू छोड़ दिया उसे मुकम्मल कर भी आओ वो जो अधूरी सी बात बाकी है അവൻ ആരാണ് അവന്റെ വിചാരം? ഓനായി പോയി അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാനൊരു ഓട്ടക്കാരനാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നീ ഇതെന്തോന്നാ പിറുത്തോണ്ട് വരുന്നേ? എന്തോന്ന് എന്റെ ജീവിതം അങ്ങനെ എല്ലാവരുടെ വായനും കേട്ട് കേട്ട് തീരാനാ. അതിനിപ്പോ എന്താ പറ്റിയേ? നീ എന്താ കാര്യം പറ. കാര്യവും കാരണവും നമ്മുടെ പൊന്നാര അനിയുണ്ടല്ലോ അവൻ തന്നെ. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് മൊത്തം കാണിക്കുന്നത് എന്റെ മണ്ടയിലോട്ടാ. ഒന്നുമില്ലെങ്കിൽ ഞാൻ അവന്റെ ഇച്ഛാനല്ലേടാ, ആരോട് പറയാൻ? അവനാ ബോധമില്ലല്ലോ. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അവന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇന്നിപ്പോ എന്തിനാ കിട്ടിയത്? ഈ ഫയലിൽ നിന്റെ ഒരു സൈൻ വേണം. അവൻ ഇന്നലെ പറഞ്ഞിരുന്ന, പക്ഷെ ഞാൻ മറന്നുപോയി. ആഹാ, അതായിരുന്നല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഈ കമ്പനി കാര്യത്തിൽ എന്നെ പിടിച്ചിടരുതെന്ന്. നിങ്ങൾക്ക് തന്നെ ഇത് നോക്കിയേ പോരായിരുന്നോ? ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ കാര്യം തന്നെ നോക്കിക്കൊണ്ടിരിക്കില്ലേ? അതെ, കമ്പനി ഞങ്ങളുടേത് മാത്രല്ല നിനക്കുള്ളതും കൂടിയാ. അപ്പൊ നീയും കൂടെ ഇടപെടണം. പിന്നെ നിന്നെ വേറൊന്നിനും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ലല്ലോ. ഒരു സൈൻ ഇടണം, അത്രയല്ലേ ഉള്ളൂ. അതിനല്ലേ ആകെ കൂടെ നിന്റെ അടുത്ത് വരുന്നത്. ഇങ്ങോട്ട് താ. അല്ല, ലണ്ടനിലേക്ക് ഇവിടുന്ന് കുറച്ചുപേര് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇനി എന്നാ വരെ വരുന്നത്? എന്റെ ലണ്ടനിൽ പോയ ആളെ വിളിച്ചിട്ട് മറുപടി ഒന്നും കിട്ടിയില്ലേ? എവിടുന്ന്? ഞാൻ വിളിച്ചാൽ വഴക്കുണ്ടാക്കാനല്ലേ അവൻ ഫോൺ എടുക്കത്തുള്ളൂ. ഇന്നൊക്കെ ഞാൻ വിളിച്ചതുമില്ല. എന്റെ പൊന്ന് ജയിനിച്ച, നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പക്ക കോമഡിയാ. പക്ഷെ അത് കാണാനേ ഒരു രസമാ. അല്ല, ഇപ്പൊ എന്തിനാ അവൻ വെറുതെ വഴക്കുണ്ടാക്കുന്ന? അത് മതി മതി മതി, ബാക്കി പറയണോന്നില്ല. മനസ്സിലായി, കൂടുതലൊന്നും പറയണ്ട. എന്ത് ചെയ്യാനാടാ? അവനോടാണെങ്കിൽ പറഞ്ഞോട്ട് മനസ്സിലാവൂല. എങ്കിൽ പിന്നെ ബ്രേക്കപ്പ് അങ്ങ് പറയുന്നതാ നല്ലത്. അയ്യോ, അങ്ങനെ പറഞ്ഞോടാ. ആ കോഴിക്കുഞ്ഞില്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടോടാ? ഇനി എത്രയൊക്കെ വഴക്കിട്ടാലും ശരി, തല്ലുകൂടിയാലും ശരി, ഈ മനസ്സില് അവനോളം വലുതായിട്ട് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എനിക്കതിന് കഴിയില്ല. ആരെക്കാളും നന്നായിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഒരാളെ നമ്മുടെ ജീവന് തുല്യം സ്നേഹിച്ചാൽ പിന്നെ അയാളെ മറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ആയപ്പോലും ആ മുഖം മറക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അതിനുള്ളൊരു രക്തസാക്ഷിയാണല്ലോ എന്റെ മുമ്പിൽ ഇപ്പൊ ഈ നിൽക്കുന്നത്. നിന്റെ ഈ പറച്ചില് തന്നെ ഉണ്ട് നീ എത്രത്തോളം അവനെ സ്നേഹിച്ചിരുന്നു എന്നതുള്ളത്. നിങ്ങൾക്കിടയിൽ എന്താ ശരിക്കും പറ്റിയത് എന്നറിയില്ല. ആരാണോ വ്യക്തി എന്നുള്ളതും അറിയില്ല. പക്ഷേ നീ ഇപ്പൊ ഏത് അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നുള്ളതെന്ന് എനിക്കും ജയിക്കും നന്നായിട്ട് അറിയാം. അവൻ ഇതേക്കുറിച്ച് നിന്നോടൊന്നും ചോദിക്കാത്തത് അവനതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ലാണ്ടല്ല, നിന്നെ ഫോഴ്സ് ചെയ്ത് അവനൊന്നും അറിയണ്ട എന്നുള്ളത് കൊണ്ടും നീയായിട്ട് എന്തെങ്കിലും പറയും എന്നുള്ള വിശ്വാസം കൊണ്ടുവാ. എനിക്ക് അവനോട് പറയാൻ ഒന്നുമില്ല. അവന്റെ പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. മറക്കണം, എല്ലാം മറക്കണം. നിന്റെ നല്ലതിനു വേണ്ടി അല്ലാതെ ഞങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കൂല.
നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ടടാ. 4 വർഷമായില്ലേ നീ ഇത് അനുഭവിക്കുന്നു. അവനൊരിക്കലും എന്നെ വിട്ട് കളഞ്ഞിട്ടില്ല. ആ അതൊക്കെ പോട്ടെ. നിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞോ? ആ കഴിഞ്ഞു, ഞാൻ ഇറങ്ങാൻ വേണ്ടിട്ട് നിന്നതാ. എങ്കിൽ പിന്നെ നമുക്ക് ഒന്നിച്ചു പോവാം. അപ്പൊ ഓഫീസിൽ ജോലിയൊന്നുമില്ലേ? ഏയ് ഇന്നത്ര വലിയ ജോലിയൊന്നുമില്ല. 2-3 ഫയൽസ് സൈൻ ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് ചെറുക്ക് കയറിക്കോളും. പിന്നെന്തിനാ ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുന്നു? ഈ ഫയൽ കൊടുക്കണം, വീട്ടിലേക്ക് പോകണം. അപ്പൊ പിന്നെ നമുക്ക് ഒന്നിച്ചിറങ്ങാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്റെ പൊന്ന് ചെറി, സ്വന്തം പാത്രമെങ്കിലും ഒന്ന് കഴുകടാ. മനുഷ്യ ഇവിടെ കിടന്ന് പണിയെടുക്കുവാ. എന്റെ ഞാൻ ഫുഡ് കഴിക്കല്ലേ, നിങ്ങക്ക് കാണാനും വയ്യേ? കുറെ നേരായല്ലോ, ഉറുമ്പ് വരെ നിന്നെക്കാൾ സ്പീഡിൽ കഴിക്കും. ഞാൻ അവസാനമായിട്ട് പറയാ, നീ അത് കഴിക്കുന്നോ ഇല്ല ഞാൻ നിന്റെ അടുത്ത് എറിയണോ? ഓ കഴിഞ്ഞു, ഞാൻ എന്താ വരുവാ. ഇച്ചായ, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തേ. ചോദിക്കുമ്പോ നിനക്ക് കോഫി എടുത്തു തരാൻ ഞാൻ ആരാടാ? നിന്റെ പെണ്ണും പിള്ളയോ? നിങ്ങൾക്ക് എന്തോ മനുഷ്യ, നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? ഓ അതേടാ, എനിക്ക് ചൂടാവാൻ നിന്റെ പെർമിഷൻ ആണല്ലോ, ഞാനത് ഓർത്തില്ല. നിങ്ങൾക്ക് ഇത് എന്താടാ ജെറി, എന്താ പറ്റി? വരുന്ന വഴിക്ക് വല്ല തലയ്ക്ക് അടിയിട്ടിയോ? ചിരിയടാ ചിരി, നീയൊക്കെ ചിരി. രാവിലെ മുതൽ ഒരുത്തന്റെ വായെന്ന് കേട്ട് ഓഫീസിൽ ചെന്നപ്പോ അവിടെ നമ്മുടെ പുന്നാര അനിയന്റെ വക കിട്ടി ബോധിച്ചു. എടാ നിന്നോടൊക്കെ ഞാൻ എന്താണ് ചെയ്തത്? എന്റെ പൊന്നിച്ചായ, അത് അന്നേരം ഒരു ഫ്രസ്ട്രേഷനിൽ പറഞ്ഞതല്ലേ. നിന്റെ മുന്നിൽ നിന്ന് അന്നേരം പോയതായിരിക്കും നിന്റെ ഫ്രസ്ട്രേഷൻ. എന്താണ് ഇച്ചായം പറയുന്നേ? എന്റെ ചെറിയ ഇങ്ങേക്ക് വട്ട. ഇപ്പൊ തൽക്കാലം എനിക്ക് ആ ഭ്രാന്തി കേൾക്കാൻ ഒട്ടും സമയമില്ല. വയ്യാതായി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഒരു കോഫി എടുത്ത് വെക്ക്. എന്താണ് ഇച്ചായ കാര്യം? ഇനി വന്നത് വല്ല കൊളുത്തുവാണോ? ആർക്കറിയാം. എന്തായാലും ലക്ഷണം കണ്ടിട്ട് വന്ന മുതല് അവനെ വിടാനുള്ള ഉദ്ദേശമില്ല. Badly, I miss you. ഇവൻ പൂമാനമേ ഒന്നും കൂടെ ഇറങ്ങി വരുന്നുണ്ടോ? നീ കൊറേ നേരമല്ലോ ഒന്നോട്ട് നീരാടാൻ കേറിയിട്ട്. അതെ, ഞാൻ നിന്നെ പോലെ അല്ല, എനിക്ക് ദിവസവും കുളിക്കണം. മൈ ഡിയർ ഫ്രണ്ടേ, നിന്നോട് ഞാൻ കുളിക്കണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. നീ അതിനകത്ത് കയറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. നീ ലണ്ടനിലെ വെള്ളം മുഴുവനും കുളിച്ച് തീർക്കാനാണോ മോനെ പരിപാടി? നിനക്ക് വെള്ളം അലർജിയാണെന്ന് വീട്ടിൽ എനിക്ക് കുളിക്കണ്ടേ? പിന്നെ നീ ഇപ്പൊ കിടന്ന് ഈ തുള്ളുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. എന്തേ നിന്റെ ഭർത്താവ് വിളിച്ചില്ലേ? ആ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. ഇപ്പൊ ഇതേ വിളിക്കുന്നു ഇല്ല. എല്ലാം കാട്ടി വെക്കുകയും ചെയ്യും, എന്നിട്ട് ഇവിടെ ഉള്ളവരുടെ തല തിന്നുകയും ചെയ്യും. വല്ലാത്ത ജാതി. അല്ലെങ്കിൽ എനിക്കറിയാടാ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാന്ന്. കൊറേ നേരമായി. ദേ ഇപ്പൊ നീ ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ ഒറ്റയ്ക്ക് പോണോ? ഓ കിടന്ന് ചാവണ്ട, ഞാൻ ദേ വരുന്നു. മനുഷ്യനെ സമാധാനമായിട്ട് കുളിക്കാനും സമ്മതിക്കൂല. സിസ്റ്റർ, ഈ പേഷ്യന്റിന് തൽക്കാലം BP വേരിയേഷൻ കൂടുതലല്ലേ? ഇപ്പൊ എന്തായാലും അലക്സി ഡോക്ടറിനോട് പറ ആൻജിയോഗ്രാം ചെയ്യേണ്ടെന്ന്. IP അല്ലേ, പ്രോബ്ലം ഒന്നും കാണില്ല. വെയിറ്റ് ചെയ്ത് ഒന്നുകൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഡോക്ടർ, പറയാം. ഡോക്ടർ ഈ ഫയൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഹലോ,
ഡോക്ടർ വാട്ട് ഹാപ്പൻഡ്? എന്താ ഇങ്ങനെ വിളിച്ചിട്ട് കേൾക്കാതെ മുഖത്തോക്കി ചിരിച്ചോണ്ടിരിക്കുന്നേ? എനി പ്രോബ്ലം? ഏയ് നോ നത്തിങ്. അല്ല, ജെറിയുടെ റൗണ്ട്സ് കഴിഞ്ഞില്ലേ? യാ കഴിഞ്ഞു. ഞാൻ ക്യാബിനിലോട്ട് പോവുമായിരുന്നു. എന്താടോ? ഏയ് നത്തിങ് സീരിയസ്. ബട്ട് ഇന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ഫുഡ് കഴിച്ചാലോ? എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അർജന്റ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. ഐ എം ഓക്കെ. നോ, ഇപ്പൊ വേണ്ട. ഒന്ന് സമാധാനത്തിൽ പറയണം. അതാ എന്തായാലും താൻ വരണം. യാ ഐ വിൽ ജോയിൻ. ജെറി, ഹാ? you look beautiful today and your smile also. വെണ്ണിലവി പൂവായി വൈപ്പേനെ സർപ്രൈസ്. വെണ്ണിലവി പൂവാ എന്താണ് ഡോക്ടർ ജെറിൻ, ക്ഷീണിച്ചു പോയോ? മുഖമെല്ലാം ചുവന്നിരിക്കുന്നു. എന്താ അഡ്വക്കേറ്റ് ശാസ്ത്ര ശ്രീവാസ്തവൻ ഇവിടെ കാര്യം? എല്ലാവരും ഹോസ്പിറ്റലിൽ എന്തിനാ വരുന്നത്? അതിനാ ഞാനും വന്നത്. എന്റെ OP ടൈം കഴിഞ്ഞു. എമർജൻസി ഡോക്ടർ ഉണ്ട്. ഗുരുതരാണെങ്കിൽ അവിടെ കാണിക്കാം. ഓ ഐ സി. എൻ്റെ ഗുരുതരാവസ്ഥ മാറ്റാൻ ഡോക്ടർ ജെറിന് മാത്രമേ കഴിയൂ. തനിക്ക് എന്താ വേണ്ടേ? നിന്നെ യു നോ ജെറി, യു ആർ മേക്കിംഗ് മീ വെരി ക്രേസി ഫ്രം ദാറ്റ് ഡേ ടു ദിസ് മൂമെൻറ്റ് ആൻഡ് ദർ ഹാസ് ബീൻ നോ ചേഞ്ച് ഇൻ മീ. ചേഞ്ച് ഇസ് ഓൺലി ഫോർ യു. നോ, you have pretended to have change. പ്ലീസ് ജസ്റ്റ് ലീവ് മീ. 4 വർഷമായി എല്ലാം ഞാൻ അവസാനിപ്പിച്ചിട്ട്. എന്നാലും നീ എന്നെ ഇത്രയും വർഷം വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യുക. നിനക്ക് എന്നെ വെറുതെ വിട്ടൂടെ? അവസാനിപ്പിച്ചത് നീയാ, ഐ എം നോട്ട്. എനിക്ക് ഇന്നും ഒന്നും അവസാനിച്ചിട്ടില്ല. അത് നിനക്ക് നല്ലപോലെ അറിയാം. ഓക്കെ, ലീവ് ഇറ്റ്. അല്ല, എന്തായിരുന്നു അവിടെ ICUവിന് മുന്നിൽ? വാട്ട്? വാട്ട് ഈസ് വാട്ട്? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? അവിടെ ഒരുത്തൻ നിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ. അവൻ്റെ നോട്ടം, നിന്നോടുള്ള സംസാരം. ഹി ഈസ് ട്രൈങ് ടു ഫ്ലേർട്ടിങ് വിത്ത് യു. അത് നിനക്ക് മനസ്സിലായില്ല? That's none of your business. ഓഫ് കോഴ്സ് ദാറ്റ്സ് മൈ ബിസിനസ്. സി, യു ജസ്റ്റ് മൈൻ, ഓൺലി മൈൻ. പറഞ്ഞേരെ നിൻ്റെ ഡോക്ടറോട്. ഇല്ലെങ്കിൽ നിൻ്റെ ഡോക്ടർക്ക് പിന്നെ പറയാൻ നാക്കും കാണാൻ കണ്ണും കാണില്ല. നീ പോകുന്നുണ്ടോ? എന്നെ ചുമ്മാ ഭ്രാന്ത് ഒടിപ്പിക്കാൻ കുറെ നേരം കൊണ്ട് തുടങ്ങിയതാണ്. താൻ ഒന്ന് ഇറങ്ങി പോടോ. താൻ, നീ, ഇയാള് ശാസ്ത്ര, എന്താ നിനക്ക്? നിന്റെ ഇമാതിരിയുള്ള സംസാരം ഉണ്ടല്ലോ. എന്താ, നിനക്കെന്നെ എപ്പോഴും വിളിക്കുന്ന പോലെ വിളിക്കാൻ അറിയില്ലേ? അതോ നീ മറന്നോ? മറന്നു. ആ വിളിയൊക്കെ 4 വർഷങ്ങൾക്ക് മുന്നേ മറന്നു. ഇപ്പൊ എനിക്ക് അതൊന്നും ഓർമ്മയില്ല. ഓ, ഞാൻ ഓർമ്മിപ്പിക്കാം. എന്ത്? നീ എന്തിനാ എന്റെ അടുത്തോട്ട് വരുന്നേ? ഞാൻ സത്യമായിട്ട് ഞാൻ അടിക്കും. കൊള്ളാൻ ഞാൻ തയ്യാറാണ്. എന്താ, അടിക്കണ്ടേ? അടിക്കേ. ശ്രീ, ജെറി, നിന്റെ ഈ വിളി ഞാൻ എത്ര മിസ് ചെയ്യുന്നു. ആൻഡ് ഡു യു നോ ദാറ്റ് ദിസ് ലിപ്സ് ഓഫ് യുവേഴ്സ് will learn to mate with my lips without saying anything. വേണ്ട. നിന്റെ കണ്ണുകൾ ഓരോ നിമിഷവും 1000 വട്ടം എന്നോട് പറയുന്നു what you want. ശ്രീ മാറ് പ്ലീസ്. ശ്രീ, You are the same Jerry. എൻ്റെ ഓരോ ചുംബനത്തിനും തളരുന്നവൻ. ഗെറ്റ് ലോസ്റ്റ്. എനിക്ക് വേണ്ടത് കിട്ടി, ഞാൻ പോവാം. പിന്നെ ആ ഡോക്ടറോട് വലിയ കൂട്ട് വേണ്ട. അത് നിനക്കും ആ ഡോക്ടർക്കും നല്ലതിനല്ല. ബൈ സ്വീറ്റ്ഹാർട്ട്. ബാസ്റ്റർഡ്. ഓ, നാശം പിടിക്കാനായിട്ട്. ഹലോ ഹലോ ഡാ, ഞാനിത് എത്ര ദിവസമായിന്നറിയോ നിന്നെ കടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴെങ്കിലും ഫോൺ എടുത്തല്ലോ. അതൊരു തിരക്കിലായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഫോൺ എടുക്കാൻ സമയം കിട്ടിയില്ല. അതാ. ഒരു കൺഗ്രാറ്റ്സ് പറയാനാണ് മോനെ ഞാൻ ഇത്രയും ദിവസം നിന്നെ കടന്ന് ഈ വിളിച്ചോണ്ടിരുന്നിരുന്നു. അതെങ്ങനെ വിളിച്ചാ ഫോണും എടുക്കില്ല, ടെക്സ്റ്റ് അയച്ചാൽ റിപ്ലൈ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്. പിന്നെ അവിടെ എന്താ വിശേഷം? നീ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നീയോ?
എനിക്ക് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നിനക്ക് എന്നെ അറിയാലോ, എൻ്റെ ലൈഫിൽ നീ അറിയാത്തതായിട്ടൊന്നുമില്ല. നിനക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ആ, ഞാനും മിസ് ചെയ്യുന്നുണ്ട് നിന്നെ. സെമിനാർ കഴിയാറായോ? എന്നെത്തും ഇങ്ങോട്ട് തിരിച്ച്? അറിയില്ല കറക്റ്റ് എന്ന് എത്തുമെന്ന്. പിന്നെന്താ അവിടുത്തെ വിശേഷങ്ങൾ? നീ പറ. അത് ഡാ, എൻ്റെ ഒരു ക്ലയൻറ്റ് വിളിക്കുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓ ആണോ? എന്നാ ശരി, ഓക്കേടാ. നിന്റെ ജീവൻ അവസാനിക്കുന്നത് എൻ്റെ കൈ കൊണ്ടായിരിക്കും.